കൊൽക്കത്ത ടീമിൻ്റെ മെൻറ്ററാണ് ഗംഭീർ. ഗംഭീർ വന്ന ശേഷം കൊൽക്കത്ത ടീമിന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതുവരെ മികച്ച രീതിയിലാണ് കൊൽക്കത്ത മുന്നോട്ട് പോയത്. ആകെ കൂടി ഒരു മാച്ച് മാത്രമേ തോറ്റിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ രാജസ്ഥാനുമായിട്ട് മറ്റൊരു മാച്ച് തോറ്റിരിക്കുകയാണ്. ജയിച്ച മത്സരമാണ് കൊൽക്കത്ത അവസാനം കൊണ്ടുപോയി കളഞ്ഞത്. ഇന്ന് കളി തോറ്റ ശേഷം ഗംഭീർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജസ്ഥാൻ മികച്ച വിജയമാണ് ഇന്ന് സ്വന്തമാക്കിയത്. കൊൽക്കത്ത ശരിക്കും നാണം കെട്ടു. ഇന്ന് കളി തോറ്റ ശേഷം ഗംഭീർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ കളി ജയിച്ചെന്ന് ഉറപ്പിച്ചതായിരുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ല. ബട്ട്ലറാണ് ശരിക്കും ഞങ്ങൾക്ക് പണി തന്നത്. ഇതുപോലെ അവൻ കളിക്കുമെന്ന് ഞാനൊരിക്കലും കരുതിയില്ല. അവരുടെ വിക്കറ്റുകൾ പെട്ടെന്ന് വീഴ്ത്തിയതായിരുന്നു. എന്നാൽ ബട്ട്ലർ അവസാനം വരെ ക്രീസിലുണ്ടായിരുന്നു. അവനെ ഇമ്പയർ പ്ലെയറാക്കി ഇറക്കിയത് സഞ്ജുവിൻ്റെ തന്ത്രം തന്നെയാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾ ഇന്ന് കളി ജയിച്ചേനെ. ഞങ്ങൾ കളി തോൽക്കാൻ കാരണം അത് സഞ്ജുവാണ്. രാജസ്ഥാനെതിരെ കളിക്കുമ്പോൾ ഞാൻ അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. രാജസ്ഥാൻ്റെ ക്യാപ്റ്റൻ സഞ്ജുവാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തിനും റെഡി ആയിരിക്കണം. അവസാനം വരെ ജയിച്ചെന്ന് ഉറപ്പിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ ടീമിലെ താരങ്ങൾ അത് കേട്ടില്ല. വലിയ ടാർഗറ്റ് നേടിയപ്പോൾ അവർ കളി ഈസി ആയിട്ട് വിട്ടുകൊടുത്തു. അതാണ് രാജസ്ഥാൻ ജയിക്കാൻ കാരണമായത്. ഒരുപാട് തെറ്റുകൾ അവർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കണ്ടെത്തി തിരുത്തി അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് കൊൽക്കത്ത ടീം തിരിച്ചു വരുമെന്ന് ഗംഭീർ വ്യക്തമാക്കി. കൊൽക്കത്ത കളി ജയിച്ചെന്ന് ഉറപ്പിച്ച് ആഘോഷം തുടങ്ങി. എന്നാൽ ബട്ട്ലർ കളി വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ലായിരുന്നു. ബട്ട്ലർ രണ്ടും കൽപ്പിച്ചാണ് ഇന്ന് വന്നത്. അതിൻ്റെ റിസൾട്ട് ഇന്ന് നമ്മൾ കണ്ടു. സെഞ്ചുറി പ്രകടനമാണ് ബട്ട്ലർ ഇന്ന് കാഴ്ചവെച്ചത്. രാജസ്ഥാൻ ഇങ്ങനെ ജയിക്കുമെന്ന് ആരും കരുതിയില്ല. സുനിൽ നരേൻ്റെ സെഞ്ചുറി വരെ പാഴായി. അതുപോലത്തെ പ്രകടനമാണ് ബട്ട്ലർ പുറത്തെടുത്തത്. രാജസ്ഥാൻ ഇതുവരെ ഒരു മാച്ച് മാത്രമേ തോറ്റിട്ടുള്ളൂ. ഇപ്രാവശ്യം സഞ്ജു രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. ഉറപ്പായിട്ടും രാജസ്ഥാൻ കപ്പ് നേടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.